ഹായ്. അങ്ങനെ ഞാൻ അനിയത്തിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഓണമൊക്കെ ആയി, ഇപ്പോൾ കുറേ നാളായി വന്നിട്ട്. അങ്ങനെ വന്നിരിക്കുകയാണ്. ഒരുപാട് ദൂരെയൊന്നും അല്ല, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ഒരു 10-15 മിനിറ്റ് നടന്നാൽ മതിയാവും അനിയത്തിയുടെ വീട്ടിലേക്ക് വരാനായിട്ട്. കണ്ടില്ലേ, നല്ല ബന്ദിയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുകയാണ്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എന്തായാലും വളരെ നല്ല രസമാണ്, വയലിറക്കമാണേ. കാണിച്ചു തരാവേ. കണ്ടില്ലേ, ഞാനിത് വീടിൻ്റെ മുകളിൽ നിന്നിട്ട് കാണിച്ചു തരാം. ഭയങ്കര രസമാണ് കാണാൻ വീടിൻ്റെ മുകളിൽ നിന്നാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഓണമൊക്കെ വന്നിട്ടുണ്ടോ? ഇന്ന് അത്തം 2ാമത്തെ ദിവസമാണ്. ദേ ഇവിടെ അത്തപ്പൂക്കളമൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെയാ പൂസേ? ഓ ഓക്കെ. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം ഇതേ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അത്തപ്പൂക്കളം. ഇതാണ് ഇവരുടെ അത്തം എന്ന് പറഞ്ഞാൽ. വീട്ടിൽ രാവിലെ ഇന്ന് അമ്മയാണ് അത്തം വെച്ചത്. ഇന്നലെ ഞാനാണ് ഇന്ന് വെച്ചത്. ഇത് എൻ്റെ അനിയത്തിയുടെ വാലാണ്. ഹായ് പറ പൂസേ. അയ്യേ, ഹായ് പറയാൻ പറയുമ്പോൾ അവന് നാണം. ഹായ് ഒന്നുകൂടി പറ. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ മുകളിൽ പോയി നിൽക്കാം. അപ്പോൾ നല്ല രസമാണ് കാണാൻ കാഴ്ചകൾ. അതിമനോഹരമായൊരു റോസാപ്പൂവാണ്. വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ചാണകം വെച്ചിരിക്കുകയാണ്, അത്തം വയ്ക്കാനുള്ള ചാണകങ്ങൾ. കണ്ടില്ലേ, ഇതൊക്കെ നല്ല രസമാണ്. ഇവിടെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ചീത്തയായിപ്പോയി. ഓണം ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ പിള്ളേരൊക്കെ തോക്കും പൊട്ടാസൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ്, വെടിവെച്ച് കളിക്കുകയാണ്. അതിൻ്റെ ശബ്ദത്തോട് കേട്ടത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. ഭയങ്കര വൈബാണ് ഇവിടെയൊക്കെ നിന്നാൽ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. കാണിച്ചു തരാം. ആദ്യം നമുക്ക് വീടിൻ്റെ മുൻവശത്ത് വയലൊക്കെയാണ്. അപ്പോൾ ആ സംഭവം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് വീട്ടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കാഴ്ചയാണ്. വീടിൻ്റെ എല്ലാ പണികളൊന്നും തീർന്നിട്ടൊന്നുമില്ല, ഇനി ഒരുപാട് പണികളുണ്ട് ഇതിൽ. വയലാണ്. ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ച നോക്കൂ. ദേ കാക്കകളൊക്കെ ഒരുപാട് പറന്ന് പോകുന്നുണ്ട് ഈ സമയത്ത്. ഒത്തിരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാക്കകൾ പറന്ന് പോകുന്നത് കാണാൻ. ദേ പിറ വന്നിട്ടുണ്ട്. പിറ കണ്ടില്ലേ? പിറ കാണാത്തവർക്ക് കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട്. പിറ ദേ കണ്ടോ, പിറ നല്ല വലുതാക്കി ഞാൻ കാണിച്ചു തരാം. അമ്മ കണ്ടില്ലേ, പിറ. അപ്പോൾ എന്തായാലും വളരെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായിട്ടെല്ലാം കാണാൻ പറ്റിയേനെ. പക്ഷേ ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇതൊക്കെയാണ് കാഴ്ചകൾ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവർ പയറ് പടർത്താനായിട്ട് ഇട്ടതാണ്. എല്ലാം തീർന്നു, പയറൊക്കെ തീർന്നു, എല്ലാം ഉണങ്ങിപ്പോയി. അതിൻ്റെതാണ് ഈ ഒരു സംഭവമൊക്കെ, പയറ് പടർത്താനായിട്ടിട്ടത്. പിന്നെ ഇവിടെയൊക്കെ ഗ്രോ ബാഗിലൊക്കെ ഓരോന്നൊക്കെ വെച്ചതായിരുന്നു, എല്ലാം ചീത്തയായിപ്പോയി, എല്ലാം താഴേക്കൊക്കെ പോയി. ഇവർക്ക് ഒത്തിരി ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാവേ. ഇതെന്ന് വെച്ചാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള കൈതച്ചക്കയുടേതാണ്. അതായത് വലിയ കൈതച്ചക്കയാണ്, ഭയങ്കര വലിയ കൈതച്ചക്കയാണ്. പക്ഷേ പുളി ഒട്ടും ഇല്ലാത്തതാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തില്ലെങ്കിൽ പോലും തീരെ പുളിയില്ല. ഇതൊരു 2 കൈതച്ചക്ക മേടിച്ചപ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ട ഒടിച്ച് ഇവർ നട്ടതാണ്. ഇത് ഇത്രയായിട്ടുണ്ട്. പിന്നീട് ഇനിയെന്ന് വെച്ചാൽ നമുക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ ഇതേ കണ്ടില്ലേ, പ്രാവാണ്. ഇതിനകത്ത് ഒത്തിരി പ്രാവുകളുണ്ടായിരുന്നു, എല്ലാം പറന്നു പോയി. ഇനിയിപ്പോൾ കയറി വരും, ഓരോന്നായിട്ട് ഇനിയിപ്പോൾ കൂട്ടിലേക്ക് വരും. ഇതേ കണ്ടില്ലേ, ഇതൊരാൾ. കാണിച്ചു തരാം, നന്നായിട്ട് കാണിച്ചു തരാം. അയ്യോ, എൻ്റെ മുകളിലൊന്നും കൊണ്ടല്ലേ വന്ന. ഇതാണ് ഒരാൾ. ഭയങ്കര രാജാവെന്നാണ് വിചാരം. കണ്ടില്ലേ, ഇത് നിറയെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ
എവിടേക്ക് പോയത്? അതാ ഇതിനകത്ത് വേറെയും ഒരാളുണ്ട്. നോക്കൂ, കറുപ്പാണേ. ഇനി അതിനകത്തിരിക്കുന്ന ഒരാൾ കറുപ്പാണ്. ഈ ഈ ഈ വെളുത്ത പ്രാവിൻ്റെ മോഡലിലുള്ള പ്രാവ് തന്നെയാണ്, പക്ഷെ കറുത്ത പ്രാവാണ്. പക്ഷെ ഇത് കാണിക്കാൻ നിവർത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാളും പോയതേ അങ്ങനെ ഇരിക്കുകയാണ്. കാണിക്കാൻ പറ്റുമോ എന്തോ, കാണാമോ എന്തോ. അയ്യോ, ക്രൂ 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 എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകളെന്ന് പറഞ്ഞാൽ, ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പുറത്ത് ധാരാളം ഫ്രൂട്ട്സുകളൊക്കെ നട്ടിട്ടുണ്ട്. ഫ്രൂട്ട്സ് ചെടികളൊക്കെ ധാരാളം ഉണ്ട്. ഇതേ ഇപ്പോൾ ആ നിൽക്കുന്നതാണ്, ആ നിൽക്കുന്ന ഒരൊറ്റ പീസില്ലേ, അതാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മൂട്ടിപ്പഴം എന്നൊക്കെ പറയൂലേ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നാളെ പകൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ രാത്രിയിൽ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ വീഡിയോ എടുത്താൽ അതിൽ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നാളെ വീഡിയോ എടുത്ത് ഞാനതൊക്കെ കാണിച്ചു തരാം. കുറേ ദിവസമായിട്ടിപ്പോൾ ഈ ഒരു ചാനലിൽ വീഡിയോകളൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കായിപ്പോയി, ബിഗ് ബോസിൻ്റെയൊക്കെ ലൈവ് തുടങ്ങിയതുകൊണ്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.